ഹരിയാനയിലെ രോഹ്തക്കിൽ രാജേന്ദ്ര പ്രസാദ് ശർമ്മയുടെയും സുശീല ശർമ്മയുടെയും രണ്ടാമത്തെ മകനായി ജനനം. സ്നേഹമുള്ളവർ അവനെ ചിന്തു എന്ന് വിളിച്ചു. കുട്ടിക്കാലത്ത് കുസൃതി കുടുക്കയായി വളർന്ന അവന് ഏറ്റവും ഇഷ്ടം സംഗീതമായിരുന്നു. മൈക്കൽ ജാക്സണെയായിരുന്നു ഏറെ പ്രിയം. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിവിധ തരത്തിലുള്ള സംഗീതോപകരണങ്ങൾ പഠിക്കാനുള്ള ചിന്തുവിന്റെ കഴിവ് ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പഠനത്തിനു ശേഷം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്ന മോഹിത് ഏറ്റവും മികച്ച കേഡറ്റായി പേര് കേൾപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കോഴ്സ് പൂർത്തിയാക്കിയത്. നീന്തലിലും കുതിരയോട്ടത്തിലും ബോക്സിംഗിലും മിടുക്കൻ, അസാമാന്യ ധൈര്യശാലി, അസാധാരണമായ പോരാട്ടവീര്യം. അക്കാദമിയിൽ നിന്ന് പുറത്തിറങ്ങിയത് സംഗീതത്തെ ഇഷ്ടപ്പെട്ട കുസൃതിക്കാരനായ ചിന്തുവായിരുന്നില്ല, രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ ഒരുങ്ങിയിറങ്ങിയ സൈനികൻ, എ ട്രൂ സോൾജിയർ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ ഉപരിപഠനത്തിന് ശേഷം 1999 ഇന്ത്യൻ സൈന്യത്തിലെ മദ്രാസ് റെജിമെന്റിൽ ലഫ്റ്റനന്റായി ആയിരുന്നു മോഹിത് ശർമ്മയുടെ ആദ്യ നിയമനം. 3 വർഷത്തിന് ശേഷം ഏത് സൈനികനും ആഗ്രഹിക്കുന്ന പാരാ സ്പെഷ്യൽ ഫോഴ്സിലേക്ക് മോഹിത് തെരഞ്ഞെടുക്കപ്പെട്ടു. 1 പാരാ സ്പെഷ്യൽ ഫോഴ്സിൽ ക്യാപ്റ്റനായി മാറിയ മോഹിത് 2005 മേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. കാശ്മീരിലെ ഭീകരർക്ക് പേടി സ്വപ്നം, കമാൻഡോകൾക്ക് കർക്കശക്കാരനായ ഓഫീസർ, വിദഗ്ധ പരിശീലനം നൽകുന്ന പരിശീലകൻ, ഭീകരരെ തകർക്കാൻ ഭീകര സംഘടനയിൽ ചേർന്നുള്ള അണ്ടർ കവർ പ്രവർത്തനങ്ങൾ. മേജർ മോഹിത് ശർമ്മ എന്ന യുവ സൈനികൻ ഇന്ത്യൻ സൈന്യത്തിന്റെയും രാജ്യത്തിന്റെയും അഭിമാനമായി മാറുകയായിരുന്നു.